കോഴിക്കോട് ജില്ലയിലും മഴ ദുരിതം തുടരുകയാണ്. കക്കാടംപൊയിൽ വാളന്തോട് കണ്ടിലപ്പാറ ഉന്നതിയിൽ മണ്ണിടിച്ചിലിൽ വീട് തകർന്നു. തലനാഴിക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. കുറ്റിക്കാട്ടൂർ കണിയാത്ത് പാലത്തിൽ ഒഴുക്കിൽപ്പെട്ട ഓട്ടോറിക്ഷ നാട്ടുകാർ ചേർന്ന് കരയ്ക്ക് കയറ്റി. വടകര മുക്കാളിയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി. ഡെൽന ലാസർ വിവരങ്ങൾ നൽകും. ഡെൽന, എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടായത്? അജിംസ്, നിലവിൽ ഇപ്പോൾ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ മഴ കുറഞ്ഞ ഒരു അവസ്ഥയാണ്. മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്ന മഴ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ നമ്മൾ കുറ്റിക്കാട്ടൂരാണ് നിൽക്കുന്നത്. ഇവിടെ വെള്ളക്കെട്ടുണ്ട്. എങ്കിൽ പോലും വെയിൽ വന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ വെയിൽ ചെറിയ രീതിയിൽ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ട് ഇത്രയും ദിവസം 2 ദിവസമായി തുടർച്ചയായ മഴയും ഒപ്പം മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ പലയിടത്തും മഴ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്, തീവ്രത കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വടകര മുക്കാളിയിൽ ദേശീയപാത, അവിടെ ഇടയ്ക്കിടെ മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലമാണ്. അവിടെ ഇന്നലെ വൈകിട്ടോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. അതുപോലെ ഇപ്പോൾ മലബാർ റിവർ ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള മത്സരങ്ങൾ ഇന്നലെ മാറ്റിവെച്ചിരുന്നു. ഇന്നത്തെ മത്സരങ്ങളും ഇപ്പോൾ ജില്ലാ ഭരണകൂടം റദ്ദാക്കിയിരിക്കുകയാണ്. ജില്ലയിലെ പലയിടത്തും ഉണ്ടായ അപകടങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ വലിയ പ്രതിസന്ധിയൊന്നും ജില്ലയിൽ കാണുന്നില്ല. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ഭാഗത്താണ് കണിയാത്ത് പാലത്തിൽ ഓട്ടോറിക്ഷ, അതിന്ന് പുലർച്ചെയാണ് ശക്തമായ ഒഴുക്കിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് ഒഴുകിയത്. ആ ഓട്ടോറിക്ഷ ഇന്ന് രാവിലെ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് നാട്ടുകാർ എല്ലാവരും ഒരുപാട് നാട്ടുകാർ ചേർന്ന് അത് കരക്കെടുത്തിരുന്നു. അതിലെ ഓട്ടോ ഡ്രൈവർ മാത്രമാണ് ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. നിലവിൽ ജില്ലയിൽ ആളപായമൊന്നുമില്ല. മഴയ്ക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ശമനം ഉണ്ടായിട്ടുണ്ട്. അജിംസ്.